ഓണായിട്ടില്ല. നമുക്കിത് ഇന്റർനാഷണൽ ലൈസൻസ് എത്തിക്കാണ്. അതായത് എന്ത് പറയുന്നത്, ഹാപ്പി. ഇനി എനിക്ക് എവിടേക്ക് ഓടിച്ചാൽ പറ്റുന്നത്, ലൈക്ക് കൺട്രീസ് ഒന്ന് കാണിച്ചെടുത്താ. അയ്യോ കൺട്രീസ് ഒന്ന് എടുത്താ. ലിസ്റ്റ് ഓഫ് കൺട്രീസ് ആണ്. ലക്സംബർഗ്, മൊണാക്കോ. 1200 രൂപക്കാണ് ഇത് കിട്ടിയത്. ഇതന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ ഡ്രൈവിംഗ് ഇതില്ലേ, ടെസ്റ്റ് ഇല്ലാതെ അല്ല ടെസ്റ്റ് നമ്മളിത് എടുക്കൂലേ, എന്താ പറയുക, മറ്റേ സാധനത്തിൻ്റെ പേര്, ലേണേഴ്സ് എടുക്കുന്നതും ടെസ്റ്റിന് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളുകളില്ലേ, അവിടെ പോയി ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് 4000 റുപ്യാണ്. 4000 റുപ്യ എൻ്റെ ബിലീവ് ഇറ്റ്. എന്നാൽ ഞാൻ ഡയറക്റ്റ് ഞാൻ ഗൂഗിളിൽ വെച്ചപ്പോൾ 1000 റുപ്യക്ക് പരിപാടി ചെയ്യുന്നു, 200 റുപ്യ ടാക്സ്. അപ്പോൾ അങ്ങനെ സാധനം കൈ കെട്ടിക്കണം. ഇനി നമുക്ക് ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത നമ്മൾ ലംബോർഗിനി ഒരു കൊല്ലത്തിന് വേൾഡ് ടൂർ ഗൈസ്. ഒരു കൊല്ലത്തേ ഉള്ളൂ വാലിഡിറ്റി. ഒരു കൊല്ലത്തേ ഉള്ളൂ. എന്താണ്, അയ്യോ എൻ്റെ സാധനങ്ങളൊന്നും കാണണ്ട, ആൾക്കാർ കണ്ടത് അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടി കയറിയിട്ട്, വണ്ടി നമ്മളെ മാമൻ്റെ ബുള്ളറ്റ്, ആക്സിഡൻ്റ് ഹെൽമെറ്റ്, PP, അപരാധം വ്ളോഗ്. അടിച്ചു പിടിക്കാ, ഞാൻ പിടിക്കേ. എന്ത് ഇതിപ്പോ ഒരു ഫോർമാറ്റ് ഇല്ലാതെ എടുക്കുമ്പോഴേ എഡിറ്റ് ചെയ്യണവര് കുറച്ച് പണിയാവും. ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ആ കണ്ടിന്യൂഷനിൽ എടുക്കാൻ. നമ്മളെവിടെയാണ്? ലുലു മാൾ പാലക്കാട് ലുലുവിലാണ് അപ്പൊ നമ്മൾ വന്നിക്കണത്. നമ്മളെവിടെ പിക്ക്? പാലക്കാടാണ്. പാലക്കാട് ലുലുവിലാണ്. 0 പോയിന്റ് ഇട്ട വീഡിയോ എടുക്കുന്നീ. 0 പോയിന്റ് ഇട്ടാ. 0 പോയിന്റ് അല്ലേ? നമ്മൾ പാലക്കാടാണ്. പാലക്കാട് ലുലുവിലാണേ. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ പരിപാടി എന്താ? ലുലുവിൽ എന്താ പരിപാടി? എന്തൊരു പരിപാടിയില്ല, വെറുതെ ഒരു രസത്തിന് അപരാധം കുട്ടികളുടെ കൂട്ടി കയറുന്നപ്പോൾ ഞങ്ങൾ കയറി പോന്നതാണേ. അതെ, ഇല്ല എവിടെ പോവാ? നമ്മളപ്പോൾ കറങ്ങി വന്നേ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത അപരാധം ചെയ്യുമ്പോൾ അത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അടുത്ത അപരാധം അടുത്ത കാര്യം ഇവിടുന്ന് മേടിച്ചോട്ടോ, ഒന്ന് മേടിച്ചോ. ഇത് മറ്റേതല്ലേ, ഫാഷൻ പ്രോഡക്റ്റ്, അത് രസമുണ്ട്. കോൾഡ് കോഫി രസമുണ്ട്. അത് മറ്റേ ഈ സാധനം അതെന്താണോ സാലഡ് മിക്സ് ആക്കിയിട്ട് ആണോ? ഉണ്ടായിക്കണം. അല്ല, നമുക്ക് എന്തുവേണമെങ്കിലും മിക്സ് ചെയ്യാം. കസ്റ്റമാണ് ടേസ്റ്റിങ്. അത് എനിക്ക് ആ സാധനം ഇഷ്ടം. അറ്റത്തെ കണ്ടോ വൈറ്റ്, ആ മയനീസ് നല്ല രസമാണ്. എനിക്കും തായിക്കണ്ടേ, നമുക്ക് അത് കുടിക്കാമല്ലോ. അപ്പോൾ അത് ചെയ്യാം. ഫ്രൂട്ട്സ് ആണോ PP? ഫ്രൂട്ട്സ് ആണോ? കോൾഡ് കോഫി മതിയോ? എടുക്കല്ലേ? ഒന്ന് എടുക്കാം അല്ലേ? എന്നാ ചെയ്യാം. അപ്പോൾ അതെടുത്തോ. അത് ഒഴിച്ചിട്ട് ബാക്കിയാ വരാതെ. ഇത് നമ്മൾ മറ്റേ സാധനം ഹെൽത്ത് മിക്സ്, ലോസിന്റെ സ്പെഷ്യൽ കസ്റ്റം സാലഡിലെ കസ്റ്റം സാലഡാണ്.
സ്പൈസ് എല്ലാ സംഭവം ഉണ്ട്. അക്രമ സാധനമാണ്. അക്രമമാണ്. കുറച്ച് നക്ക് കുടിച്ച് നക്കിക്കോ. ഓക്കെ ഓക്കെ. ഈ സാധനം എടുത്തു അത് കാലിയല്ലേ? ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മധുരം കൂടിപ്പോയി. ഞാൻ പറഞ്ഞു എത്ര റുപ്യ? 157. കുഴപ്പമില്ല. 157 അപ്പൊ എത്ര? 157 247. ഇനി അവരാധം കാട്ടിക്കാൻ നമ്മളത്തെ പൈസ അല്ല. ഇതോട് എണ്ണടിക്കണം, വീട്ടിൽ പോണം. വീട്ടിൽ എത്തിയിട്ടാ പരിപാടി. എന്താ പരിപാടി? നമുക്ക് ഹനാറസിന്റെ അവിടെ ചിക്കൻ ചൂടാൻ പോകാൻ. ഓൻ വിളിച്ചിരുന്നു. ബിജോനെ വിളിച്ചു, ഇന്നെ വിളിച്ചിട്ടില്ല. ഇല്ല ഇന്ന് ഞങ്ങൾ മാത്രം കൂടിക്കോളാം. അത് ചെയ്യാം. അല്ല ഗൈസ്, നമുക്ക് ഇനി ഹനാറസിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് ചിക്കൻ ചൂടാം. 120 റുപ്യ പോന്നാ വേണ്ട. വേണ്ട, അത് വേണ്ട. നമുക്ക് ആ കളി വേണ്ട. കട്ടിയല്ലേ? ഇനി അടുത്ത അപരാധം വേണ്ടിയിട്ട് എവിടെ പോണേ? ഫുഡ് കോർട്ട്. ഇത് പൊട്ടിച്ചാൽ നമുക്ക് തിന്നാം. അപ്പം തിന്നാം, ഒറ്റ വൈകി തിന്നാം. അവിടെ ഒരു കുട്ടി പോണോ? അയ്യോ വേണ്ട വേണ്ട, ബ്ലറിയ ബിബിജെ അത് തുറക്കത്. ഫുഡ് കോർട്ടിൽ നിന്നാ കുട്ടികളുണ്ടാവും. കുട്ടികൾ ബിബി കുട്ടികളുണ്ടാവോ? ഇവരിപ്പോ റിസ്യൂ മുടിയോ ഡേറ്റ് വിത്ത് പി എന്താ ഡേറ്റ് അല്ല, ഗേ ഡേറ്റ് അല്ല ഗൈസ്. ഒരിക്കലും ഇതിന് ഗേ ഡേറ്റ് ആയിട്ട് ആരും കൂട്ടരുത്. അൺബോക്സിങ് വിത്ത് പി മറ്റേ അൺബോക്സിങ് മറ്റേ സംഭവം സമാധി. പി ടേസ്റ്റ് നോക്കി പറ. പി ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. അത് രണ്ടും ടേസ്റ്റ് ചെയ്തോ. ആപ്പിൾ എടുക്കും. അങ്ങനെ എടുക്കാം. അത് തിന്ന് അങ്ങനെ കടി. തൊണ്ടുമൊക്കതാളെ എങ്ങനെയുണ്ട് സാധനം? അതാരും പറയാം. ക്ലച്ച്ലെസ് അക്രമമാണ്. ധൈര്യമാണ്. ഇതുണ്ടോ? ഇത് നല്ല രസം ഉണ്ടാവും. ആപ്പിളിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, അതല്ലേ നമ്മൾ ക്വാണ്ടിറ്റി അധികം എടുത്തത്. എരിവ് കൂടി ചെറുതായിട്ട് ഫക്ടപ്പ് ആയിക്കണു, പക്ഷെ കുഴപ്പമില്ല. മസാല സോഡ അടിച്ചപ്പോൾ തന്നെ എരിവ്. മസാല സോഡ പക്കനു. പക്ഷെ എന്താ വെച്ചാൽ ഓവറായിട്ട് എന്തോ മോരെന്തോ ഒരു മടുക്കുക, പെട്ടെന്ന് മടുക്കുന്നറിയാം. മോര് ക്വാണ്ടിറ്റി കൂടി ഭയങ്കര തിക്ക് കുറച്ച് കൂടിപ്പോയി. സോഡ പറയുമ്പോൾ അത്ര തിക്ക് പറ്റൂല. ഇന്നത് തിന്നേണ്ടി വിളിച്ച മെസ്സേക്കല്ല ബാക്കി. This is my international license. ഇന്റർനാഷണൽ കാണില്ല. പൊക്കി പിടി. ഫ്ലെക്സ് ചെയ്തിറങ്ങാൻ നമ്മളെ പ്രശ്നം. അവിടെ കുട്ടിക്ക് ഇത് കാണിച്ചെടുത്ത് വിളിച്ച വല്ല തട്ടിക്കൊണ്ടാൻ പോണോ? നാണന്മാരല്ലേ. ആ കുട്ടി പേടിച്ചിക്കണു. ഇപ്പൊ എന്റെ ഈ പാസ്പോർട്ടും പറയും നെറ്റിയിലൊട്ടിച്ചാ. അതുപോലെ പിന്നാലെ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയണ കുണ്ണങ്ങളൊക്കെ മാറ്റിയേക്കണം. പിന്നെ ബ്രോഡായി ചിന്തിക്കാം. വിജയിന്റെ ഫീലിങ് എന്താണ് ബ്രോഡായിട്ട് കഴപ്പത്തരം കാണിക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ പ്രശ്നം
അപ്പൊ നീ ബാക്കി കുഴപ്പത്തരം നാട്ടിൽ വന്നിട്ട് പോയിട്ട് അപ്പൊ ഗൈസ് ഇത് നമ്മളെ എക്സ്പ്രസ് പ്രോ ഞാൻ ടിപ്പ് ചെയ്യാൻ പറ്റും നോക്കിയോ ബീബി എവിടെ നോക്കാം ബീബി എവിടെ കാലൊക്കെ നോക്കട്ടെ. അപ്പുറത്തെ കൊഴപ്പല്ല, മാനേജബിൾ ആണ്. എന്നാ മതി. ഇനി ആരാന്റെ വണ്ടിയാണ്? ആരാന്റെ വണ്ടിയാണ്? അവിടെ വെക്ക്. ചെറിയില്ല. എന്റെ കസ്റ്റം സാലഡ് ആരും തിന്നില്ല, അവരാത സാധനം പെരി പോയി തിന്നോട്ടെ. പക്ഷെ പിക്കിള് കുറച്ച് അധികമായി. അത് പറ ഞാൻ കുറച്ചോളം ഇട്ടിട്ടുണ്ടാ തന്നെ വടകീക്കണേ ഒന്ന് കംപ്രസ് എനിക്കൊന്നറിയില്ല. നമുക്കെന്നാ വീഡിയോ ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ബാക്കി വീഡിയോ ചെന്നിട്ട് അവരാതെ അനാറസിന്റെ വീട്ടിൽ പോകണമെങ്കിൽ അത് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ ബൈ. നമ്മളിപ്പോൾ ഉള്ളത് എവിടെ ബീച്ച്? പറളി. പറളി എന്താ? പറളി റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേറെ ഒന്നുമല്ല, റെയിൽവേ സ്റ്റേഷൻ കാണാൻ വന്നു. വേറെ ആരും പരിചയമല്ല. ആരും ഇവിടെ പരിചയമില്ലാന്ന പിജി അറിയണേ. എനിക്കറിയില്ല, മോശനിക്ക് ഉണ്ടോന്ന് എനിക്കും അറിയില്ല. അതെ, മോശനിക്ക് ഉണ്ടോന്ന് എനിക്കും അറിയില്ല. ഞങ്ങൾ ഫ്രണ്ടുണ്ട് മോശന്, എൻ്റെ കടയില് കള്ളവണ്ടി കയറിയാലോ? അങ്ങനെ കള്ള കള്ള ഇതാണ് നമ്മുടെ പ്രകൃതി രമണീയമായ പാലക്കാടുള്ള പറളി നണ്ടിലെ റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു ഗ്രാമമാണ്. അതെ, ഗ്രാമപ്രദേശത്ത് ഗ്രാമമാണല്ലേ? അതെ, 50 ഹിന്ദുക്കളെ കിട്ടിക്കുന്നു. അനാൻഷാന്റെ വീഡിയോസ് ഒക്കെ കാണലുണ്ടോ? എനിക്ക് അതിൽ സ്റ്റീലല്ലേ എനിക്ക് ഇഷ്ടം? ഇഷ്ടം മറ്റേ എനിക്ക് സ്റ്റീലിനെയാണ് ഇഷ്ടം അതോ അനാന് ഇഷ്ടം? അനാന് ഇഷ്ടമാണ്. അനാന് ഇഷ്ടമാണ് എനിക്ക്. അനക്ക് സ്റ്റീലിനെ ഇഷ്ടം. അല്ല കണ്ടാൽ എനിക്ക് സ്റ്റീലിനെ ഇഷ്ടം. സ്റ്റീലെ കേട്ടാലേ ഉദ്ദേശിക്കണേ? സത്യം പറഞ്ഞു. എനിക്കറിയില്ല. ഞാനും എൻ്റെ 2 വീഡിയോസ് എങ്ങനെ കണ്ട് റീല് കണ്ട്. അതാ അനാൻഷ ഫുള്ള് മറ്റേ ഒരു ഫാമിലി അങ്ങനത്തെ ആൾക്കാരാ. മറ്റേ ഇതൊക്കെ ഇടും, ഇതൊക്കെ എന്തായാലും ഇടും. പിന്നെ തേമ്പട്ടെ അടക്കിന്നെ അറിയില്ല. കുട്ടികള് ചിരിക്കുമ്പോ പ്രായത്തിലാണ് കുറച്ച് ദിവസം റിഗ്രറ്റ് ചെയ്യും. ഉറപ്പാ? എത്ര പെർസെന്റേജ് ഉറപ്പായിരുന്നു? ഉറപ്പല്ലേ? ആയിക്കോട്ടെ, ഞാൻ പിന്നെ കാണാം. അപ്പൊ നമ്മളെ വ്ളോഗിനെ കുറ്റം പറഞ്ഞ ആൾക്കാരും ഇതാക്കിയ ആൾക്കാരൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് കാണാം ഗൈസ്. സപ്പോർട്ട് ഇങ്ങനത്തെ വ്ളോഗ് ഇടണേ. പോയി ചാർജ് ചെയ്ത പറഞ്ഞോളം വരെ പോകാൻ പറ്റുമോ? പ്ലേ ബട്ടൺ ഉണ്ട്. ഡയമണ്ട് ഒന്നും കിട്ടൂല, ഒരു ചെറിയൊരു സിൽവർ. ആണ് കാണിച്ചോ? തരൂല, കാണിച്ചു തരൂല. കോട്ടപ്പാടോ? അപ്പൊ അനാൻഷാന്റെ വീഡിയോ ലോവസ്റ്റ് എന്തേനു? ലോവസ്റ്റ് ഫുൾ ഫോം അറിയില്ല വച്ചാല്. ചൈൽഡോ എലിഫന്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ ഇതൊക്കെ
കോട്ടപ്പാളത്തിനെ പുച്ചാൾക്ക് കൊറിയോഗ്രാഫിയുടെ സ്പെല്ലിംഗ് അറിയാം. ജിയോഗ്രഫി അത് പറയാൻ പറ്റും. ജിയോഗ്രഫി എങ്ങനെയാന്ന് പറയാൻ പറ്റും. എന്റെ ഐക്യു ആളെ പോയി. നമ്മളിപ്പോൾ വന്നിരുന്നത് ചായ്പിലാണ്. മറ്റേ ഹനാറ സിംഗിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്ന് ഗ്രില്ലിയിൽ നടന്നില്ല. ഗ്രില്ലിയിൽ നാളെ മീഡിയ അല്ല, മീഡിയ അതാണ്. അന്നെ കണ്ടിട്ട് മീഡിയം തരാൻ തോന്നിക്കാണ്. ഇവനെ കണ്ടു ചെറുപ്രായത്തിൽ എന്നിട്ട് കൂടെ ഒരു ഗോൾഡും കിട്ടിയ നൈസ്. റെക്കമെൻഡേഷൻ ചോദിക്കില്ല. ഇത് മീഡിയ അല്ലല്ലോ. എന്റെ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞാലോ ഇതാ മീഡിയ. പെണ്ണുമൂട് ചാറ്റ് ചെയ്ത വഴി മൺസിന്റെ ബ്ലൂമൂണായിട്ട് ഏന്ന് മാത്രം വിടുക. അപ്പോൾ ഒന്നൊരു അടിപ്പൊന്ന് പറയാൻ പറയാം. ഇതൊക്കെ ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട്. ഇതൊക്കെ ഏത് നാട്ടിലത്തെയാണ് പറയണേക്ക് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കേൾക്കണേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമോ, ഇതൊക്കെ നൈസ് ഐഡിയ ആണെന്ന് പറഞ്ഞത്. മറ്റോ പറയണേ ഇവരുടെ യൂണിവേഴ്സിലെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ACCക്കാരല്ലേ അല്ല ജിദ്ദ് പറയും ഇതെടുക്ക് ഇതിങ്ങോട്ട് എടുക്ക് അങ്ങോട്ട് എടുത്തിട്ടെന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യനെ പറ്റിയുള്ള അഭിപ്രായം പറയും. ഇന്ത്യ ഒരു വളരെ നല്ലൊരു രാജ്യമാണ്. ഇന്ത്യ വളരെ പറ്റി നല്ല പറഞ്ഞാലേ രാജ്യമാണ്. ഇത്തരത്തിൽ പേഴ്സണാലിറ്റിയെ ഇന്ത്യനെ പറ്റി പറഞ്ഞാൽ ഇന്ത്യയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററൊക്കെ ഒരു പ്രശ്നമാണ്. ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അപ്പോൾ ഒന്നുകൂടി ആൾക്കാർ ബ്രോഡായിട്ട് വീട് നിർത്ത്.